ദൈവം സകലതും സൃഷ്ടിച്ചപ്പോൾ കുട്ടികൾക്കായുള്ള ബൈബിൾ അവതരണം. ദൈവം സകലതും സൃഷ്ടിച്ചപ്പോൾ ആരാണ് നമ്മെ സൃഷ്ടിച്ചത്? ദൈവവചനമായ ബൈബിൾ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ദൈവം ഒന്നാമത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് ആദാം എന്നു പേരിട്ടു. ഭൂമിയിൽ നിന്നുള്ള പൊടിയിൽ നിന്നും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനോഹരമായ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചു. ആദാമിനെ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഈ മനോഹരമായ ഭൂമി ഉണ്ടാക്കി. ദൈവം പടിപടിയായി മലകൾ, പുൽപ്രദേശം, ആകാശം, സുഗന്ധമുള്ള പുൽപ്രദേശം, വലിയ മരങ്ങൾ, വലിയ ചിറകുള്ള പക്ഷികൾ, മൂളുന്ന തേനീച്ചകൾ, വലിയ തിമിംഗലം, ഒച്ചുകൾ ഇവയൊക്കെയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിനു മുൻപ് ദൈവമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. മനുഷ്യനോ വസ്തുക്കളോ സ്ഥലമോ ഒന്നുമില്ലായിരുന്നു. മുകൾ ഭാഗമോ താഴെ ഭാഗമോ ഇന്നലെയോ നാളെയോ ഒക്കെ ഇല്ലായിരുന്നു. ആരംഭമില്ലാത്തതായ ദൈവം മാത്രം. അതിനുശേഷം ദൈവം പ്രവർത്തിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മേൽ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. ദൈവം വെളിച്ചത്തെ പകൽ എന്നും ഇരുളിനെ രാത്രിയെന്നും വിളിച്ചു. സന്ധ്യയായി, ഉഷസ്സുമായി ഒന്നാം ദിവസം. രണ്ടാം ദിവസം വിതാനത്തിന് കീഴെയുള്ള വെള്ളവും മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. രണ്ടാം ദിവസം ഉണങ്ങിയ നിലം കാണട്ടെ എന്നു പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. പുല്ലും വിത്തുള്ള ചെടികളും അതത് തരം വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. സന്ധ്യയായി, ഉഷസ്സുമായി മൂന്നാം ദിവസം. അതിനുശേഷം ദൈവം സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കി. എണ്ണുവാൻ കഴിയാതെ വണ്ണം നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. സന്ധ്യയായി, ഉഷസ്സുമായി നാലാം ദിവസം. ജലജന്തുക്കൾ, മീനുകൾ, പക്ഷികൾ എന്നിവയെയും ദൈവം സൃഷ്ടിച്ചു. അഞ്ചാം ദിവസം വലിയ മീനുകളും ചെറിയ മീനുകളും കാൽ നീളമുള്ള ഒട്ടകപക്ഷികളും ഒക്കെ വെള്ളത്തിൽ വസിക്കുന്ന സകലതിനെയും ആകാശത്തിൽ പറക്കുന്ന എല്ലാത്തരം പക്ഷികളെയും ദൈവം ഉണ്ടാക്കി. സന്ധ്യയായി, ഉഷസ്സുമായി അഞ്ചാം ദിവസം. അതിനുശേഷം ദൈവം വീണ്ടും കൽപ്പിച്ചു, ഭൂമിയിൽ നിന്ന് അതത് തരം ജീവജന്തുക്കൾ ഉണ്ടാകട്ടെ. എല്ലാത്തരം ജന്തുക്കളും പ്രാണികളും ഇഴജന്തുക്കളും ഉണ്ടായി. ഭൂമിയെ കുലുക്കുന്ന ആനകൾ, തിരക്കുള്ള നീർനായ, അച്ചടക്കമില്ലാത്ത കുരങ്ങ്, വൃത്തികെട്ട മുതലകൾ, ശരീരത്തിൽ പുളയ്ക്കുന്ന പുഴുക്കൾ, മണ്ണിൽ മാളമുണ്ടാക്കുന്ന അണ്ണാൻ, കഴുത്തു നീളമുള്ള ജിറാഫ്, കുറുകുന്ന പൂച്ചകൾ, എല്ലാത്തരം ജീവികളെയും ദൈവമുണ്ടാക്കി. സന്ധ്യയായി, ഉഷസ്സുമായി ആറാം ദിവസം. ആറാം ദിവസം വേറെ ചില കാര്യങ്ങൾ ദൈവം ചെയ്തു. ഒരു പ്രത്യേകമായ കാര്യം, മനുഷ്യനു വേണ്ടിയുള്ള എല്ലാം ശരിയായി കഴിഞ്ഞു. ആവശ്യത്തിനുള്ള ഭക്ഷണം, മനുഷ്യനെ സഹായിക്കുവാനുള്ള മൃഗങ്ങൾ. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് പദ്ധതിയിട്ടു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവസ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ദൈവം ആദാമിനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം പറഞ്ഞു,
മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഞാൻ അവന് തക്ക ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. ദൈവം സകല മൃഗങ്ങളെയും പക്ഷികളെയും പേരിടുവാനായി ആദാമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ആദാം എല്ലാത്തിനും പേരിട്ടു. ഇത് ചെയ്യുവാൻ ആദാമിന് നല്ല ബുദ്ധിയുണ്ടായിരുന്നു. എന്നാൽ ഇതിലൊന്നിലും തനിക്ക് തുണയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ദൈവം ആദാമിന് ഒരു ഗാഠനിദ്ര കൊടുത്തു. ഗാഠനിദ്രയിലായിരുന്ന ആദാമിൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് ദൈവം ഒരു സ്ത്രീയെ ഉണ്ടാക്കി. ദൈവം ഉണ്ടാക്കിയ സ്ത്രീ ആദാമിന് തക്ക തുണയായി. 6 ദിവസം കൊണ്ട് ദൈവം സകലതുമുണ്ടാക്കി. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. അത് വിശ്രമ ദിവസമായി. ഏദൻ തോട്ടത്തിൽ ആദാമും അവൻ്റെ ഭാര്യയായ ഹവ്വയും സന്തോഷത്തോടെ ദൈവത്തെ അനുസരിച്ചു. ദൈവം അവരുടെ കർത്താവും അവർക്കായി കരുതുന്നവനും സ്നേഹിതനുമായിരുന്നു. ആമേൻ. നാം തെറ്റുകാരെന്ന് ദൈവം അറിയുന്നു. അതിന് പാപമെന്നും പറയുന്നു. പാപത്തിനുള്ള ശിക്ഷ മരണമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു. അതിനാൽ തൻ്റെ മകനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ മരിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് വന്നു. യേശു മരിച്ച് ഉയിർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ദൈവത്തിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയും. നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ ആവശ്യമെങ്കിൽ ദൈവത്തോട് ഇപ്രകാരം പറയുക: പ്രിയ ദൈവമേ, യേശുവേ, എനിക്കു വേണ്ടി മരിച്ച് ഇപ്പോൾ ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എനിക്ക് ഒരു പുതിയ ജീവിതം നൽകണമേ. നിരന്തരം നിന്നോട് അടുത്ത് ജീവിക്കുവാനും നിന്റെ മകനായി ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. യോഹന്നാൻ 3:16. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുക. ദൈവം സകലതും സൃഷ്ടിച്ചപ്പോൾ ദൈവവചനത്തിൽ നിന്നും ഒരു കഥ. ബൈബിളിൽ നിന്നും എടുത്തത് ഉൽപ്പത്തി 1 മുതൽ 2 വരെ. നിങ്ങളുടെ പ്രവേശന വാക്ക് വെളിച്ചം പകരട്ടെ. സങ്കീർത്തനം 119:130. എഴുതിയത് എഡ്വേർഡ് ഹ്യൂഗ്സ്. ഉദാഹരണം ബൈരൻ അങ്കർ, ലാസറസ്. അംഗീകരിച്ചത് റവറൻഡ് ബെന്നി. തർജ്ജമ ചെയ്തത് ബോബ് ഡേവിസ്, ടമ്മി എസ്. കഥ 1:60 നിന്നും.